എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു വലിയ കൊടുങ്കാറ്റ് എപ്പോഴാണ് ശരിക്കും ഒരു ദുരന്തമായി മാറുന്നതെന്ന്? അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഒരു ദുരന്തത്തിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് എന്തൊക്കെയാണ് ഇതിനെ ഒരു ദുരന്തമാക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ശരി, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം എന്താണൊരു ദുരന്തമെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഈ അപകടസാധ്യതയുടെ പിന്നിലുള്ള ഒരു ഫോർമുലയുണ്ട്, അത് പഠിക്കും. ഈ വിപത്തുകളൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കും. അതിനുശേഷം ഭൂകമ്പങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കും. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ എങ്ങനെ നേരിടാമെന്നും നമ്മൾ കാണും. അപ്പോൾ റെഡിയല്ലേ? തുടങ്ങാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണൊരു ദുരന്തം? ഒറ്റനോട്ടത്തിൽ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ ഉത്തരം അത്ര ലളിതമല്ല. കാരണം ഇത് വെറുമൊരു മോശം ദിവസം എന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. ഒരു വലിയ കൊടുങ്കാറ്റും ഒരു യഥാർത്ഥ ദുരന്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എവിടെയാണ് ആ അതിർവരമ്പ്? നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് ശരിക്കും നിർണായകമാണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഇതിനൊരു കൃത്യമായ നിർവചനം നൽകുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സംഭവം എത്ര വലുതാണ് എന്നതിലല്ല കാര്യം, മറിച്ച് ആ സംഭവത്തെ നേരിടാൻ ഒരു സമൂഹത്തിന് കഴിവുണ്ടോ എന്നതിലാണ്. അതായത് ഒരു സമൂഹത്തിന് അവരുടെ കയ്യിലുള്ള വിഭവങ്ങൾ വെച്ച്, അവരുടെ സ്വന്തം കഴിവ് വെച്ച് നേരിടാൻ പറ്റാത്തത്രയും വലിയ നഷ്ടങ്ങളുണ്ടാകുമ്പോഴാണ് ഏതൊരു സംഭവവും ഒരു ദുരന്തമായി മാറുന്നത്. അതാണ് കീ പോയിന്റ്. അപ്പോൾ ഒരു സമൂഹത്തിന് നേരിടാൻ കഴിയാത്ത അവസ്ഥയാണ് ദുരന്തം എന്ന് നമ്മൾ കണ്ടു, അല്ലേ? ഇനി അടുത്ത ചോദ്യം ഇതാണ്: എന്തൊക്കെ ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഈ ഒരു അവസ്ഥയുണ്ടാകുന്നത്? അതിനൊരു ഫോർമുലയുണ്ട്. അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഇതിനെ മനസ്സിലാക്കാൻ നല്ലൊരു വഴിയുണ്ട് കേട്ടോ. ഒരു പാചകക്കുറിപ്പ് പോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദുരന്തം എന്ന് പറയുന്നത് യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. ചില പ്രത്യേക ചേരുവകൾ ഒത്തുചേരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ചേരുവകൾ? നമ്മുടെ ഈ ഡിസാസ്റ്റർ റെസിപ്പിയിലെ ഒന്നാമത്തെ ചേരുവയാണ് വിപത്ത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഹെസാർഡ്. ഇതൊരു കൊടുങ്കാറ്റാകാം, ഒരു ഭൂകമ്പമാകാം, വെള്ളപ്പൊക്കമാകാം. അങ്ങനെ നാശനഷ്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള എന്തിനേയും നമുക്ക് വിപത്ത് എന്ന് വിളിക്കാം. ഇതാണ് ആദ്യത്തെ ഘടകം. ഇനി രണ്ടാമത്തെ ചേരുവ, ഇതാണ് ദൗർബല്യം അഥവാ വൾണറബിലിറ്റി. സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ. കാരണം എന്താണെന്നോ? ഇത് പ്രകൃതിയെക്കുറിച്ചല്ല, ഇത് നമ്മളെക്കുറിച്ചാണ്, നമ്മുടെ സമൂഹത്തെക്കുറിച്ചാണ്. ഒരു വിപത്ത് വരുമ്പോൾ ഒരു സമൂഹം എത്രത്തോളം തകരുമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ ഈ ദൗർബല്യമാണ്. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെയാണ് നമ്മുടെ ഫോർമുല പൂർണ്ണമാകുന്നത്. ഒരു വശത്ത് ഒരു വിപത്തുണ്ട്, അതൊരു കൊടുങ്കാറ്റോ ഭൂകമ്പമോ ആകാം. മറുവശത്ത് ആ വിപത്തിനെ നേരിടാൻ തയ്യാറല്ലാത്ത ദുർബലമായ ഒരു സമൂഹമുണ്ട്. ഇവ രണ്ടും എവിടെയാണോ ഒന്നിക്കുന്നത്, അവിടെയാണ് അപകടസാധ്യത അല്ലെങ്കിൽ റിസ്ക് ഉണ്ടാകുന്നത്. ഈ ചിത്രം കാണിക്കുന്നത് പോലെ ഇത് രണ്ടും ചേരുന്ന ആ ഒരൊറ്റ പോയിന്റിലാണ് ദുരന്തം സംഭവിക്കുന്നത്. അപ്പോൾ ഈ ദൗർബല്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരുപക്ഷെ ബലമില്ലാത്ത കെട്ടിടങ്ങളായിരിക്കും. പക്ഷേ അത് മാത്രമല്ല കേട്ടോ, അതിനൊരുപാട് മുഖങ്ങളുണ്ട്. അത് സാമ്പത്തികമാകാം, അതായത് പാവപ്പെട്ടവർക്ക് കൂടുതൽ ആഘാതമുണ്ടാകാം. ഭൗതികമാകാം, അതായത് സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നത്. സാമൂഹികമാകാം, പ്രായമായവരും കുട്ടികളും കൂടുതൽ ദുർബലരായിരിക്കും. എന്തിന്, നമ്മുടെ പരിസ്ഥിതിയുടെ അവസ്ഥ പോലും ഒരു ദൗർബല്യമാകാം. അപ്പോൾ ഇതൊരു സിമ്പിൾ കാര്യമല്ല, പല കാര്യങ്ങൾ ചേർന്ന് ഒന്നാണ് ഈ ദൗർബല്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ റെസിപ്പിയിലെ ചേരുവകളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ആദ്യത്തെ ചേരുവയായ വിപത്തിലേക്ക് ഒന്നുകൂടി വരാം. ഈ വിപത്തുകൾ അല്ലെങ്കിൽ ഹസാർഡ്സ് എവിടെ നിന്നാണ് വരുന്നത്? നമുക്കിതിനെ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് പ്രകൃതിദത്തമായ വിപത്തുകൾ. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇവ പ്രകൃതിയിൽ നിന്ന് വരുന്നതാണ്. ഭൂകമ്പം, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, അങ്ങനെ. രണ്ടാമത്തേത് മനുഷ്യനിർമ്മിതമായ വിപത്തുകളാണ്. അതായത് മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് വലിയ ഫാക്ടറികളിലെ അപകടങ്ങൾ, കെമിക്കൽ സ്പിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ രണ്ട് ഉറവിടങ്ങളിൽ നിന്നും വിപത്തുകൾ വരാം. അപ്പോൾ ഈ പറഞ്ഞ ഫോർമുലയൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ ശക്തമായ ഒരു പ്രകൃതിദത്ത വിപത്തിനെ തന്നെ എടുക്കാം. നമുക്കൊരു കേസ് സ്റ്റഡി നോക്കാം. ഭൂകമ്പങ്ങൾ. എന്താണൊരു ഭൂകമ്പം? ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ഭൂമിയുടെ അടിയിൽ ഒരുപാട് ഊർജം സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഊർജം പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ ഭൂമി ഒന്നിങ്ങനെ കുലുങ്ങും. അതാണ് ഭൂകമ്പം. ഈ കാണുന്ന പോലെ ഭൂമിക്കടിയിലുള്ള ഫോക്കസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ് ഈ കുലുക്കം തുടങ്ങുന്നത്. അവിടെ നിന്ന് പുറപ്പെടുന്ന ഊർജം എത്ര വലുതാണോ അത്രയും വലിയ നാശനഷ്ടങ്ങൾ മുകളിലുണ്ടാകും. അപ്പോൾ ഈ പുറത്തുവരുന്ന ഊർജത്തിന്റെ ശക്തി നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? അതിനാണ് റിക്ടർ സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. 4.9 വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയുക പോലുമില്ല.
അല്ലെങ്കിൽ ചെറിയൊരു കുലുക്കമായി തോന്നും. പക്ഷേ 7 കടന്ന് 8ഉം അതിനു മുകളിലേക്കും പോകുമ്പോൾ പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ഒരു രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കാൻ ശേഷിയുള്ള, സർവ്വതും നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ഊർജ്ജത്തെക്കുറിച്ചാണ്. അതാണ് ആ വ്യത്യാസം. ഒരു ഭൂകമ്പം വരുമ്പോഴുണ്ടാകുന്ന നാശം ആ കുലുക്കത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതൊരു തുടക്കം മാത്രമാണ്. ഒരു ഡോമിനോ ഇഫക്റ്റ് പോലെ കെട്ടിടങ്ങൾ വീഴുന്നു. അത് ചിലപ്പോൾ തീപിടുത്തത്തിന് കാരണമാകാം, അല്ലെങ്കിൽ മണ്ണിടിച്ചിലിന്, ചിലപ്പോൾ വലിയ അണക്കെട്ടുകൾ വരെ തകരാം. ഇതിന്റെയൊക്കെ അവസാനം എന്താ സംഭവിക്കുന്നത്? ആ നാടിന്റെ സമ്പദ്വ്യവസ്ഥ തകരും, ആളുകളുടെ ജീവിതം താറുമാറാകും. കണ്ടില്ലേ, ഒരൊറ്റ വിപത്ത് എങ്ങനെയാണ് ഒരു ദുരന്തങ്ങളുടെ പരമ്പരയ്ക്ക് തുടക്കമിടുന്നത് എന്ന്. അപ്പോ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഈ അപകടസാധ്യതയുടെ ഫോർമുല നമുക്കറിയാം. വിപത്തും ദൗർബല്യവും ചേർന്നതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയുടെ അവസാന ഫലം, അതായത് ദുരന്തം, നമുക്ക് മാറ്റാൻ കഴിയുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മുഴുവൻ അടിസ്ഥാനവും ഇരിക്കുന്നത്. തീർച്ചയായും കഴിയും. അതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അടിസ്ഥാന തത്വം. അത് വളരെ ലളിതമാണ്. നോക്കൂ, ഒരു ഭൂകമ്പം വരുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, അല്ലേ? അത് പ്രകൃതിയാണ്, നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ നമ്മുടെ ദൗർബല്യം കുറയ്ക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കെട്ടിടങ്ങൾ, നമ്മുടെ സമൂഹം, നമ്മുടെ തയ്യാറെടുപ്പുകൾ, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലേ ദുരന്തത്തിന്റെ ആഘാതം നമുക്ക് തീർച്ചയായും കുറയ്ക്കാൻ പറ്റും. അപ്പോ ഭൂകമ്പത്തിന്റെ കാര്യത്തിൽ ഈ ദൗർബല്യം എങ്ങനെ കുറയ്ക്കാം? പ്രധാനമായും 3 വഴികളുണ്ട്. 1. നല്ല പ്ലാനിംഗ്. അതായത് ഭൂകമ്പത്തെ അതിജീവിക്കാൻ കഴിയുന്ന ബിൽഡിംഗ് കോഡുകളും നിയമങ്ങളും ഉണ്ടാക്കുക, അത് കർശനമായി നടപ്പിലാക്കുക. 2. ജനങ്ങളെ പഠിപ്പിക്കുക. ഒരു അപകടം വന്നാൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് സാധാരണക്കാർക്കും എഞ്ചിനീയർമാർക്കും അധ്യാപകർക്കും എല്ലാവർക്കും പരിശീലനം നൽകുക. 3. ഉറപ്പുള്ള നിർമ്മാണം. ഭൂചലനത്തെ ചെറുക്കാൻ കഴിയുന്ന രീതിയിൽ കെട്ടിടങ്ങളും പാലങ്ങളും റോഡുകളുമൊക്കെ ഡിസൈൻ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭൂകമ്പത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിൽ ഏറ്റവും നിർണായകം ഓരോ സമൂഹത്തിന്റെയും സ്വന്തം തയ്യാറെടുപ്പാണ്. ഇത് ഗവൺമെന്റിന്റെയോ കുറച്ച് വിദഗ്ധരുടെയോ മാത്രം ജോലിയല്ല. നമ്മൾ ഓരോരുത്തരും ഇതിന്റെ ഭാഗമാകണം. അപ്പോ ഒരു ദുരന്തത്തിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം, അല്ലേ? വിപത്ത്, ദൗർബല്യം, ഇവയൊക്കെ. ഈ ഒരു അറിവ് വെച്ചുകൊണ്ട് ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങളുടെ സ്വന്തം നാടിന്, നിങ്ങളുടെ സമൂഹത്തിന് ഒരു ദുരന്തത്തെ നേരിടാൻ എങ്ങനെ കൂടുതൽ നന്നായി തയ്യാറെടുക്കാൻ കഴിയും? കാരണം നമ്മുടെ ചുറ്റുമുള്ള അപകടസാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് തന്നെയാണ് നമ്മളെ തന്നെ സംരക്ഷിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ പടി.